ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെഡിറ്റ് പ്രെയർ 178 ദിനം ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളുടെ പേര് പറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കുന്നു. വചനത്തിലൂടെ മക്കളെ അനുഗ്രഹിക്കുന്നു. മക്കളുടെ ജീവിത വഴികൾ ക്രമപ്പെടുവാനും അവരുടെ ജീവിതത്തെ അനുഗ്രഹമാകുവാനും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളായി നമ്മൾ അപ്പനും അമ്മയും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വൻ കാര്യങ്ങൾ മാതാപിതാക്കളിലൂടെ മക്കളിലേക്ക് ഒഴുക്കുന്നു. ആ ഒരു ബോധ്യത്തോടു കൂടി ഈ ശുശ്രൂഷ പങ്കെടുക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന വചനം 121 സങ്കീർത്തനം 3-ാം വചനം. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങിയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതത്തിൽ കാലുകൾ ഇടറിപ്പോകാതിരിക്കുവാൻ, അവർ നടന്നു പോകുന്ന വഴികൾ സുരക്ഷിതമായി നിലനിർത്തുവാൻ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ സംരംഭങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ചെന്നെത്തുന്ന എല്ലാ മേഖലകൾ, സഹപ്രവർത്തകർ, അധികാരികൾ എല്ലാം നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം, അവർ പഠിക്കുന്ന ഇടം, സഹപാഠികൾ, വിദ്യാലയം, കോളേജ് ലൈഫ്, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സുഹൃത്ത് ബന്ധങ്ങൾ, വലയങ്ങൾ, ജോലി ചെയ്യുന്ന ഇടങ്ങൾ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച മക്കളാണെങ്കിൽ അവരുടെ ജീവിത പങ്കാളി, മക്കൾ, അവരെല്ലാം ഈശ്വര കാര്യങ്ങളിലേക്ക് കൊടുക്കുക. വലിയ കൃപാവരം ചൊരിയട്ടെ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം മക്കളെ ചൊരിയട്ടെ. ദൈവം നമ്മുടെ മക്കളെ നോക്കിക്കാണുന്നു. കാല് വിഴുതാൻ സമ്മതിക്കാത്ത കർത്താവുണ്ട്. നിന്നെ കാക്കുന്നവൻ ഉറങ്ങിയില്ല, ഉറക്കം വരാതെ ഉറക്കം തൂങ്ങാത്ത ഒരു കർത്താവ്, നോക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മക്കൾക്കുണ്ട്. ആ ഒരു സുരക്ഷിതത്തിൽ നമ്മുടെ മക്കൾ നിലകൊള്ളട്ടെ. അവരുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മാറിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിൽ സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾ പാലിച്ച് കൃപയുള്ള ജീവിതം നയിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ മക്കൾ വളർന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മക്കളെ വലയും ചെയ്യട്ടെ. ആമേൻ. സങ്കീർത്തനങ്ങൾ 121:3. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ഓരോ കാൽവെൽപ്പുകളെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പുതിയ ലക്ഷ്യങ്ങളെയും അവിടുന്ന് വിശദീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവെ, അവിടുത്തെ കണ്ണ് എപ്പോഴും ഞങ്ങളുടെ മേലുണ്ടാവുകയും അങ്ങയുടെ പരിപാലനയുടെ കണ്ണിനാൽ ഞങ്ങളുടെ മക്കൾ സുരക്ഷിതരായി നിന്നുകൊണ്ട് എപ്പോഴും അവിടുത്തെ പാടിപ്പോഴ്ത്തുവാൻ ഇടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.